ഹലോ എവരി വൺ, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം മനസ്സിലാക്കാൻ പോവുകയാണ്. സോ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണി മാർക്കറ്റിനെ പറ്റിയും ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റിയും അതിൻ്റെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിനെ പറ്റിയും ഒക്കെയാണ്. സോ ലെറ്റ് മി സ്റ്റാർട്ട്. ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. സോ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്താണ്, കൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ മാർക്കറ്റുകൾ നമ്മൾ മനസ്സിലാക്കണം, ഏതൊക്കെ ഇൻസ്ട്രുമെൻസിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷൻ്റെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് മി സ്റ്റാർട്ട്. ആദ്യമായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ. സോ ഈ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ ഈസ് എ ക്രൂഷ്യൽ കോമ്പോണൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സെക്ടർ. ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ഒരു ബേസിക് എലമെൻ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. വെയർ സിഗ്നിഫിക്കൻറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്യൂർ. Based on the durations of the transaction, financial markets are classified into money market and capital market. So as I already told you, previous lecture നമ്മൾ പറഞ്ഞതാണ്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റുകളെ പറ്റി പഠിക്കുമ്പോൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റുകളാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒന്ന് മണി മാർക്കറ്റ്, രണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് ഇതിൻ്റെ ഡ്യൂറേഷൻ വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഇൻസ്ട്രുമെൻസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നോർമലി 1 ഇയറിൽ കൂടുതലാണെങ്കിൽ അത്തരം ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലായിരിക്കും. 1 ഇയറിൽ കുറവ് ഡ്യൂറേഷനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ അവ ട്രേഡ് ചെയ്യപ്പെടുന്നത് മണി മാർക്കറ്റിലായിരിക്കും. സോ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ബേസ്ഡ് ഓൺ ദി ഡ്യൂറേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻ്റെ ആ ഡ്യൂറേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇത്തരം ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻ ഡീറ്റെയിൽ അബൌട്ട് മണി മാർക്കറ്റ്. എന്താണ് മണി മാർക്കറ്റ്? സോ മണി മാർക്കറ്റ് ഇൻ ഇന്ത്യ encompasses financial institutions dealing in short-term securities, ലോൺസ്, ഗോൾഡ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച്. സോ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഷോർട്ട് ടൈം സെക്യൂരിറ്റീസിലാണ് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗോൾഡിൽ, അതുമല്ലെങ്കിൽ ലോൺസിൽ, അതുമല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിലാണ് അവരുടെ ട്രേഡ് ട്രാൻസാക്ഷൻസ് കൈകാര്യം ചെയ്യുന്നത്. സോ മണി ഹാവിങ് എ ടൈം വാല്യൂ ഈസ് ബോട്ട് ആൻഡ് സോൾഡ് അഗെയിൻസ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ മണിക്കൊരു ടൈം വാല്യൂ ഉണ്ടെന്നറിയാം. എന്താണ് ടൈം വാല്യൂ ഓഫ് മണി? ആ ഒരു കൺസെപ്റ്റ് നമുക്ക് മണി മാർക്കറ്റിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ടൈം വാല്യൂ എന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടുന്ന 100 രൂപയുടെ മൂല്യം ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന 100 രൂപയുടെ മൂല്യവും വ്യത്യാസമുണ്ട്. അതാണ് സിമ്പിൾ സെൻസിൽ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ. റൈറ്റ്? ഇന്ന് കിട്ടുന്ന 100 രൂപ ഒരു വർഷത്തിന് ശേഷമുള്ള അതേ 100 രൂപയുടെ മൂല്യം ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമുക്ക് ഇന്നിപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന അതേ ഐറ്റംസ് തന്നെ ചിലപ്പോൾ ഒരു വർഷത്തിന് ശേഷം 100 രൂപയ്ക്ക് വാങ്ങാൻ പറ്റിയില്ല എന്ന് വരും. അതിനുള്ള കാരണം ഇൻഫ്ലേഷൻ പോലുള്ള അവസ്ഥകളാണ്. ഇൻഫ്ലേഷൻ ആകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇക്കണോമിക് ഫോഴ്സസ് കാരണം ഈ കറൻസിയുടെ മൂല്യം കുറയുന്നതോ മൂല്യം കൂടുന്നതോ ഒക്കെ ഈ പറയുന്ന ഡീവിയേഷന് കാരണമാകാം. ഓക്കെ, സോ അതാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ്. So money having a time value is bought and sold against payment of interest. അത് നമ്മൾ വാങ്ങിക്കുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നു. എന്തിനാ? ഇൻട്രസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും പേയ്മെൻറ്റ് ആൻഡ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഷോർട്ട് ടേം മണി ട്രാൻസാക്ഷൻസ് ഒക്യൂർ ദി മണി മാർക്കറ്റ് വൈൽ ലോങ് ടേം ട്രാൻസാക്ഷൻസ് ടേക്സ് പ്ലേസ് ഇൻ ദി ക്യാപിറ്റൽ മാർക്കറ്റ്. ഷോർട്ട് ടൈം മണി ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അവ ഹാപ്പൻ ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. ലോങ് ടൈം ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അവ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിലായിരിക്കും ഹാപ്പൻ ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞ കൺസെപ്റ്റാണ്. സോ ഫങ്ഷൻസ് ഓഫ് മണി മാർക്കറ്റ്. ആദ്യത്തെ ഫംഗ്ഷൻ പറയുന്നതാണ് ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഇക്യുബുലേറ്റിംഗ് മെക്കാനിസം ഫോർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഷോർട്ട് ടൈം ഫണ്ട്സ്. ഷോർട്ട് ടൈം ഫണ്ട്സിനെ മാച്ച് ചെയ്യുന്ന, ഇക്വിലിബ്രിയം ഒരു മെക്കാനിസം അതായിട്ടാണ് മണി മാർക്കറ്റ് ആക്ട് ചെയ്യുന്നത്. സോ ഷോർട്ട് ടൈമിലേക്കുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി അത് മീറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് മണി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഡീൽസ് വിത്ത് ഷോർട്ട് ടൈം ഫണ്ട്സ്, ആ ഒരു കൺസെപ്റ്റാണ്. ദെൻ ഇറ്റ് എനേബിൾസ് ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ് ഓഫ് ഷോർട്ട് ടൈം ഫണ്ട്സ് ടു ഫുൾഫിൽ ദെയർ ബോറോയിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നീഡ്സ് അറ്റ് ആൻ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ക്ലിയറിംഗ് പ്രൈസ്. സോ ബോറോവേഴ്സിനും അതേപോലെ ലെൻഡേഴ്സിനും അവരുടെ ആ നീഡ് ഒരു എഫിഷ്യൻറ്റ് പ്രൈസിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി മണി മാർക്കറ്റ് സഹായിക്കും. അതായത് ബോറോവേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് വേണ്ട കുറഞ്ഞ റേറ്റിന് ഇൻട്രസ്റ്റ് ഈ മണി എത്തിക്കാനും, അതേപോലെ തന്നെ ലെൻഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമായുള്ള ഒരു തുകയിൽ ഇത് ലെൻഡ് ചെയ്യാനും ഉള്ള ഒരു വേദിയായിട്ട് മണി മാർക്കറ്റ് ആക്ട് ചെയ്യും. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ സെൻട്രൽ ബാങ്ക് ഇൻ്റർവെൻഷൻ ഇൻഫ്ലുവൻസിങ് ദി ക്വാണ്ടം ആൻഡ് കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ഇൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് thereby transmitting monetary policy impulses to the real economy.
ദി എഫിഷ്യൻറ്റ് ഫങ്ഷനിങ് ഓഫ് മോണിറ്ററി മണി മാർക്കറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ദി എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി. സെൻട്രൽ ബാങ്കിന് മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ ഇത് മണി മാർക്കറ്റ് ഒരു പ്രോമിനൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ലെറ്റ് മീ ആസ്ക് യു വാട്ട് ഈസ് മോണിറ്ററി പോളിസി. ഓക്കെ, അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ ബേസിക് ആയുള്ള 2 പോളിസീസാണ് വരുന്നത്. ഒന്ന് ഫിസ്ക്കൽ പോളിസിയും, 2 മോണിറ്ററി പോളിസിയും. ഫിസ്ക്കൽ പോളിസി ഇസ് ദി പോളിസി ഓഫ് ഗവൺമെൻറ്. നമുക്ക് പറയാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്, ഫിനാൻസ് മിനിസ്ട്രിയാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതേസമയം മോണിറ്ററി പോളിസി ഈസ് ദി പോളിസി ഓഫ് ദി സെൻട്രൽ ബാങ്ക്. ഇന്ത്യയിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് മോണിറ്ററി പോളിസി ഫ്രെയിം ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് സെൻട്രൽ ബാങ്ക്. നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ പാർട്ടാണ് ഈ പറയുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി. സോ എന്താണ് മോണിറ്ററി പോളിസി, എങ്ങനെയാണ് മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും തമ്മിലുള്ള ഡിഫറൻസ്? മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസി സർക്കുലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി റിസർവ് ബാങ്കിൻ്റെ പോളിസിയാണ് മോണിറ്ററി പോളിസി. എന്താണ് കറൻസി സർക്കുലേഷൻ? ഫോർ ദാറ്റ് യു നീഡ് ടു നോ വാട്ട് ഈസ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ആ ഒരു ഇക്കണോമിക് കൺസെപ്റ്റ് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസി ഇൻ സർക്കുലേഷൻ കൂടുതലാണ്. അതായത് നമ്മളുടെ ചുറ്റും നമ്മുടെ സർക്കുലേഷനിലുള്ള കറൻസി എന്ന് പറയുന്നത് കൂടുതലാണ്. എല്ലാവരുടെ കയ്യിലും കൂടുതൽ പൈസ കിട്ടുന്നു. കൂടുതൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂടുതൽ ഡിമാൻഡ് ചെയ്യും, റൈറ്റ്? നമ്മൾ കൂടുതൽ സാധനങ്ങൾ മേടിക്കാൻ തയ്യാറാവും. സോ കൂടുതൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ ദർ ഇസ് ആൻ ഇക്കണോമിക് തിയറി കോൾഡ് റിസോഴ്സസ് ആർ സ്കേഴ്സ്, റൈറ്റ്? ഇക്കണോമിക്സിന്റെ ബേസിക് എലമെന്റ് അതല്ലേ. റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഈ ഡിമാൻഡ് കൂടുന്നതിന് മീറ്റ് ചെയ്യാൻ പറ്റുന്നതിലും മുകളിലായിരിക്കും, മീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രൊഡക്റ്റോ ഈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ പ്രൈസ് ലെവൽ കൂടുകയാണ്. അതായത് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സപ്ലയർ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഉയർത്തും, റൈറ്റ്? അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? കറൻസി സർക്കുലേഷനിൽ കൂടുന്നു. കറൻസി സർക്കുലേഷനിൽ കൂടുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലയർ പ്രൈസ് കൂട്ടുന്നു. സോ ഡിമാൻഡ് കൂടി, പ്രൈസ് കൂടി. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസാണോ കൂടിയത്? എല്ലാവരുടെ കയ്യിലും കറൻസി സർക്കുലേഷനിൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കറൻസി കൂടുതലാകുമ്പോൾ ഒരു പ്രൊഡക്റ്റ് മാത്രമാണോ വാങ്ങാൻ പോവുക? അല്ല, എല്ലാവരും പല പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് കൂടും, റൈറ്റ്? എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഡിമാൻഡ് കൂടുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ജനറൽ പ്രൈസ് ലെവൽ വിൽ ഇൻക്രീസ്, റൈറ്റ്? ജനറൽ പ്രൈസ് ലെവൽ ഉയരും. പ്രൈസ് കൂടുമെന്ന് പറഞ്ഞില്ലേ? ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ല, എല്ലാ പ്രൊഡക്റ്റുകളുടെയും ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻഫ്ലേഷൻ ഈസ് നോട്ട് ഗുഡ്. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുകയാണ്, കറൻസിയുടെ മൂല്യം കുറയുകയാണ്. അതായത് പ്രൈസ് ലെവൽ ഉയർന്നു എന്ന് പറഞ്ഞാൽ മുമ്പ് 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന പ്രൊഡക്റ്റ് ഇന്ന് നിങ്ങൾ 150 രൂപ കൊടുത്താലേ കിട്ടൂ. ആ ഒരു സാഹചര്യമാണ് പ്രൈസ് ലെവൽ ഉയർന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ പ്രൈസ് ലെവൽ ഉയർന്നു കഴിഞ്ഞാൽ ഈസ് ഇറ്റ് ഗുഡ് ഫോർ ആൻ ഇക്കോണമി? നമ്മുടെ കറൻസിയുടെ മൂല്യം കുറഞ്ഞു എന്നാണ് മീനിങ്. അങ്ങനെ വരുന്നൊരു സാഹചര്യം സെൻട്രൽ ബാങ്കും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ കറൻസി സർക്കുലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സെൻട്രൽ ബാങ്ക് ഇറക്കുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്, റൈറ്റ്? സെൻട്രൽ ബാങ്കിന്റെ കറൻസി സർക്കുലേഷനുമായി ബന്ധപ്പെട്ട് കറൻസി സർക്കുലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള പോളിസിയാണ് മോണിറ്ററി പോളിസി. നൗ ലെറ്റ് മീ ടെൽ യു, ഞാനവിടെ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു ഇൻഫ്ലേഷൻ ഈസ് നോട്ട് ഗുഡ്. ദെൻ വാട്ട് അബൌട്ട് ഡീഫ്ലേഷൻ? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പൈസയുടെ അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യം കുറയുന്ന അവസ്ഥ, ഇതാണ് ഇൻഫ്ലേഷൻ. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡീഫ്ലേഷൻ. ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണത്തിന്റെ മൂല്യം കൂടുന്നു എന്നല്ല, ആരുടെയും പൈസ ഇല്ലാത്ത അവസ്ഥയാണ് ഡീഫ്ലേഷൻ. ആ ഒരു സാഹചര്യത്തിൽ വാട്ട് ഹാപ്പൻ? പ്രൈസ് ലെവൽ താഴോട്ട് വരും. പക്ഷെ വാങ്ങിക്കുവാൻ ആളുകളില്ല, ആളുകളിലും പൈസ ഇല്ല. ആ ഒരു സാഹചര്യമാണ് ഡീഫ്ലേഷൻ. ഡീഫ്ലേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലേഷനേക്കാൾ പ്രശ്നമാണ്. ഓക്കെ, ഡീഫ്ലേഷനും ഇൻഫ്ലേഷനും പ്രശ്നമാണ്, ഇൻഫ്ലേഷനേക്കാൾ കൂടുതൽ പ്രശ്നമാണ് ഡീഫ്ലേഷൻ. അതുകൊണ്ട് ഈ 2 സാഹചര്യങ്ങളും നമുക്ക് ഓക്കെ അല്ല. ഈ 2 സാഹചര്യമായാലും നമ്മൾ കൺട്രോൾ ചെയ്യണം. പക്ഷേ ഈവൻ ദോ നമ്മളെപ്പോഴും പറയുന്ന ഒരു സ്മോൾ ലെവൽ ലൈക്ക് ഒരു 3% വരെ ഇൻഫ്ലേഷൻ ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഫേവറബിൾ. 3% വരെ ഇൻഫ്ലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം ഇക്കോണമി ഗ്രോ ചെയ്യുവാണ്. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഈസ് നോട്ട് ഗുഡ്. ഒരു 3 ലെവലൊക്കെ 3% ഒക്കെ വരെയാണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അതിനടുത്ത അർത്ഥം എന്താണ്? ഇക്കോണമി ഗ്രോ ചെയ്യുകയാണ്. 0 ഇൻഫ്ലേഷനും നോട്ട് ഫേവറബിൾ. 0 ഇൻഫ്ലേഷൻ ആയാലും അതിനർത്ഥം ഇക്കോണമി ഗ്രോ ചെയ്യുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഡീഫ്ലേഷൻ ഫേവറബിൾ അല്ല, 0 ഇൻഫ്ലേഷൻ ഫേവറബിൾ അല്ല, അതേപോലെ തന്നെ ഹൈ ഇൻഫ്ലേഷനും ഫേവറബിൾ അല്ല. ഒരു ചെറിയ ലെവലിലുള്ള ഒരു സ്ലൈറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫേവറബിൾ ഫോർ ദി ഇക്കോണമി ബിക്കോസ് ഇറ്റ് ഷോസ് ദി ഇക്കോണമി ഈസ് ഗ്രോയിങ്. ഓക്കെ, അതാണ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ, കറൻസി സർക്കുലേഷനിലുള്ളതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി RBI ഇറക്കുന്ന പോളിസീസാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. സോ കറൻസി വിഡ്രോ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ സാധിക്കും. ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ പ്രശ്നത്തിനും കാരണം എന്താണ്? കറൻസി സർക്കുലേഷനിലുള്ളതാണ്.
കറൻസി വിഡ്രോ ചെയ്യാൻ വേണ്ടി, ഇൻഫ്ലേഷൻ ടൈമിലാണെങ്കിൽ കറൻസി വിഡ്രോ ചെയ്യാൻ വേണ്ടി RBI മോണിറ്ററി പോളിസി എടുക്കും. അതിന് വേണ്ടി there are different tools like open market operation, buying securities from the open market, or CRR, cash reserve ratio increase ചെയ്യാം, SLR, statutory liquidity ratio increase ചെയ്യാം, അല്ലെങ്കിൽ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് RBIക്ക് വേണമെങ്കിൽ കറൻസി സർക്കുലേഷൻ വിഡ്രോ ചെയ്യുകയോ ഡീഫ്ലേഷൻ ആണെങ്കിൽ ഇൻജെക്റ്റ് ചെയ്യുകയോ ചെയ്യും. ഇൻഫ്ലേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡീഫ്ലേഷൻ സിറ്റുവേഷൻ. ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലും പൈസ ഇല്ല, അപ്പോൾ പൈസ എത്തിക്കണം, അതിനുവേണ്ടി ഇൻജെക്റ്റ് ചെയ്യാം. ഇൻഫ്ലേഷൻ ആണെങ്കിൽ അത് കറൻസിയിൽ സർക്കുലേഷൻ വിഡ്രോ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾക്കും വേണ്ടിയുള്ള സെൻട്രൽ ബാങ്കിൻ്റെ പോളിസിയാണ് മോണിറ്ററി പോളിസി. സോ ആ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില ഇൻസ്ട്രുമെൻറ്റ്സ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ നമ്മൾ വേരിയേഷൻസ് വരുത്തിക്കൊണ്ട് മോണിറ്ററി പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനൊക്കെ ചെയ്യുന്നത് നമ്മൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ടായിരിക്കും, അതാണ് പറയുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ സെൻട്രൽ ബാങ്ക് ഇൻ്റർവെൻഷൻ ഇൻഫ്ലുവൻസിങ് ദി quantum and cost of liquidity in financial system and thereby transmitting monetary policy impulses to the real economy. So quantum of money എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കറൻസി ഇൻ സർക്കുലേഷൻ ഉണ്ട്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് കുറയ്ക്കാനോ അത് കൂട്ടാനോ രണ്ട് രീതിയിലും ആക്കാം. അതിനുവേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, സെൻട്രൽ ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി. ആ മോണിറ്ററി പോളിസി മെഷേഴ്സ് എല്ലാം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് മണി മാർക്കറ്റിലാണ്. ഓക്കെ, അതാണ് പറഞ്ഞത്. 3 ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഒന്ന് എന്തായിരുന്നു? ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഇക്വിലിബ്രേറ്റിംഗ് മെക്കാനിസം ഫോർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ്. ഷോർട്ട് ടേം ഫണ്ട്സിനെ മാച്ച് ചെയ്യുന്ന ഒരു മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യുന്നു. ഇറ്റ് എനേബിൾസ് ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് ടു ഫുൾഫിൽ ദെയർ ബോറോയിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നീഡ്സ്. ബോറോവേഴ്സിനും ലെൻഡേഴ്സിനും ഷോർട്ട് ടേം ലിക്വിഡിറ്റി ആവശ്യമുള്ള ആളുകളെ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് ആക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ബാങ്കിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ ഒരു മണി മാർക്കറ്റാണ്. അതോടൊപ്പം നിങ്ങൾ ഓർക്കുക, ഫിസ്ക്കൽ പോളിസി ഇസ് ദെയർ. വാട്ട് ഈസ് ഫിസ്ക്കൽ പോളിസി? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. ഇതാണ് ഫിസ്ക്കൽ പോളിസി. അതിനകത്ത് വരുന്നത് ഇപ്പോൾ ബോറോയിങ് പോളിസി, ടാക്സേഷൻ പോളിസി, ലൈക്ക് ബജറ്റുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ഫിസ്ക്കൽ പോളിസി പ്ലാൻ വരുന്നത്. അപ്പോൾ ടാക്സേഷൻ റേറ്റ്സ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ബജറ്റിലാണ് വരുന്നത്. അതെല്ലാം ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമാണ്. ഓക്കെ, സോ റെഗുലേഷൻ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. അപ്പോൾ ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ കൺസെപ്റ്റ്, ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി റെഗുലേറ്ററീസിനെ പറ്റി നമുക്ക് കാണാം. സോ മണി മാർക്കറ്റ് ഈസ് ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു 2 സെഗ്മെൻറ്റ്സ്. 2 സെഗ്മെൻ്റായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓർഗനൈസ്ഡ് സെഗ്മെൻറ്റ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെഗ്മെൻറ്റ്. പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ കണ്ടതാണ്. മണി മാർക്കറ്റ് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ആകാം, അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ആകാം. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെർവ്സ് ആസ് ദി അപ്പെക്സ് ഓർഗനൈസേഷൻ ഓവർസീയിങ് ഇന്ത്യൻ മണി മാർക്കറ്റ്. സോ ഇന്ത്യൻ മണി മാർക്കറ്റിനെ ഓവർസീ ചെയ്യുന്നത് RBI ആണ്. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റിനെയോ ദാറ്റ് ഈസ് സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ ഓവർസീ ചെയ്യുന്നത്. മണി മാർക്കറ്റിനെ ഓവർസീ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇറ്റ് റെഗുലേറ്റ്സ് ആൻഡ് ഡെവലപ്സ് ദി മണി മാർക്കറ്റ് ത്രൂ ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് കോൾ മണി, നോട്ടീസ് മണി, ടേം മണി, റിപ്പോ മാർക്കറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ പേപ്പർ. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് മണി മാർക്കറ്റിനെ കൃത്യമായിട്ട് ഒരു സ്ട്രക്ചറിലേക്ക് നയിക്കുന്നത് RBI ആണ്. RBI ആണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ലോസും എല്ലാ റൂൾസും എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത്, ഫ്രെയിം ചെയ്യുന്നതും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. റെഗുലേറ്ററി എന്ന് പറയുന്നത് മണി മാർക്കറ്റിൻ്റെ കേസിൽ RBI ആണ്. ദെൻ സബ് മാർക്കറ്റ് ഓഫ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിനെ വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നു. എ സബ് മാർക്കറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് സബ് ഡിവിഷൻ വിത്തിൻ എ മാർക്കറ്റ്. ഒരു മാർക്കറ്റിനകത്ത് ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ, അതിനെയാണ് നമ്മൾ സബ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ മണി മാർക്കറ്റ് സിസ്റ്റം എൻകംപ്രൈസസ് വേരിയസ് സബ് മാർക്കറ്റ്സ് സച്ച് ഈച്ച് സ്പെഷ്യലൈസിങ് ഇൻ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ലെൻഡിങ്. അതായത് ഇന്ത്യൻ മണി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഓരോ സബ് മാർക്കറ്റുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഓരോ സബ് മാർക്കറ്റിലും അതിൻ്റേതായ ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് ലെൻഡിങ്ങും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദി കീ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ്റഗ്രൽ ടു ദി ഇന്ത്യൻ മണി മാർക്കറ്റ് സിസ്റ്റം ഇൻക്ലൂഡ്. സോ മണി മാർക്കറ്റിലെ കീ ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ സബ് മാർക്കറ്റ് ഡിവിഷനെ ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മണി മാർക്കറ്റിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് കോൾ മണി, എന്താണ് അതേപോലെ തന്നെ നോട്ടീസ് മണി കൺസെപ്റ്റ്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് കോൾ മണി മാർക്കറ്റ്. കോൾ മണി മാർക്കറ്റ് ഓർ നോട്ടീസ് മണി രണ്ടാണ് കേട്ടോ. കോൾ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 day ആണ് മെച്യൂരിറ്റി എങ്കിൽ അതിനെ കോൾ മണി എന്ന് പറയും. 1 ഡേയിൽ കൂടുതൽ 2 day തൊട്ട് 14 days വരെയാണെങ്കിൽ അതിനെ മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയും, നോട്ടീസ് മണി എന്നും പറയും.
ഓക്കെ. സോ കോൾ ഓർ നോട്ടീസ് മണി കോമൺലി ഇത് രണ്ട് ചേർത്താണ് നമ്മൾ പറയുക. അതുകൊണ്ടാണ് ഇങ്ങനെ ടേം യൂസ് ചെയ്യുന്നത്. ദി കോൾ ഓർ നോട്ടീസ് മണി മാർക്കറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് സെഗ്മെന്റ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ് ഡീലിംഗ് വിത്ത് amounts borrowed or lent on demand for a very short period. ബിക്കോസ് മാക്സിമം ടെന്യൂർ എന്ന് പറയുന്നത് 14 days ആണ്, മിനിമം 1 day. അതായത് കോൾ ആണെങ്കിൽ 1 day, നോട്ടീസ് മണി ആണെങ്കിൽ 2 day ഓൺവേഡ്സ്. 2 to 14 ആണ് നോട്ടീസ് മണി വരുന്നത്. കോൾ മണി ആണെങ്കിൽ 1 day ആണ് അതിൻ്റെ മെച്യൂരിറ്റി വരുന്നത്. സോ അത്തരത്തിലുള്ള വെരി ഷോർട്ട് പീരീഡിലേക്ക് ലെൻഡ് ചെയ്യുന്ന മാർക്കറ്റാണ് കോൾ ഓർ മണി മാർക്കറ്റ്. ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസറ്റ്സ് ആക്ടിങ് ആസ് എ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് മണി ആൻഡ് റീപേയബിൾ ഓൺ ഡിമാൻഡ് ആർ ട്രാൻസാക്റ്റഡ് ഇൻ ദി കോൾ മണി മാർക്കറ്റ്. അതായത് കറൻസിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ടൈം മാർക്കറ്റ്, ഷോർട്ട് ടൈം ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മണി മാർക്കറ്റിൽ ട്രാൻസാക്ഷൻ നടത്തുന്നത്. സോ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസറ്റ്സ് ആക്ടിങ് ആസ് എ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ടു മണി ആൻഡ് റീപേയബിൾ ഓൺ ഡിമാൻഡ് ആർ ട്രാൻസാക്റ്റഡ് ഇൻ ദി കോൾ മണി മാർക്കറ്റ്. ഇറ്റ് പ്രൈമറി ഇൻവോൾവ്സ് ദി ഡേ ടു ഡേ സർപ്ലസ് ഫണ്ട്സ് ഓഫ് ബാങ്ക്സ്. അതായത് ബാങ്കിൻ്റെ ഒരു സർപ്ലസ് ഫണ്ട് എത്രയുണ്ട്, ആ ഫണ്ടായിരിക്കും കോൾ മണിയിലേക്ക് പോകുന്നത്. നോർമലി നമ്മൾ നേരത്തെ എന്താണ് കോൾ മണി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ്, ബാങ്ക്സ് നോർമലി അവരുടെ ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മറ്റ് ബാങ്കുകളിൽ നിന്ന് ഒരു ദിവസത്തേക്കുള്ള ലോണൊക്കെ സ്വീകരിക്കും. ആ സാഹചര്യങ്ങളൊക്കെയാണ് കോൾ മണിയിൽ വരുന്നത്. അതേപോലെ തന്നെ ഷോർട്ട് നോട്ടീസിലുള്ള, അതായത് വളരെ ലിമിറ്റഡ് ടൈം പീരീഡിലേക്കുള്ള ലോൺ, അതും വരാം. ഇത് നോർമലി വരുന്നത് അവരുടെ ഡെയിലി അഡീഷണൽ സർപ്ലസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ബാങ്ക്സിൻ്റെ കയ്യിൽ ഇന്നൊരു സർപ്ലസ് ഉണ്ട്, ദേ ക്യാൻ ഗിവ് ഇറ്റ് ഫോർ കോൾ മണി, അല്ലെങ്കിൽ ഇന്ന് സർപ്ലസ് ഒന്നും ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ നോട്ടീസ് മണി ആയിട്ട് ഓഫർ ചെയ്യാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് കോൾ ആൻഡ് നോട്ടീസ് മണിയിൽ വരുന്നത്. സോ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് ഇതിനകത്തൊരു പ്രോമിനന്റ് റോൾ പേ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇറ്റ് പ്രൈമർലി ഇൻവോൾവ്സ് ഇൻ ഡേ ടു ഡേ സർപ്ലസ് ഫണ്ട്സ് ഓഫ് ബാങ്ക്സ്. ബാങ്ക്സിൻ്റെ ഡേ ടു ഡേ സർപ്ലസ് ഫണ്ട്സ് ഉപയോഗിച്ചുകൊണ്ടാണ് കോൾ ഓർ നോട്ടീസ് മണി എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. Then the notice money market involves transaction within a maturity period between 2 days and 14 days. That is already known to you, right? ബിക്കോസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് എന്താണ് കോൾ മണി. ഒരു ദിവസം. നോട്ടീസ് മണി ആണെങ്കിൽ 2 ദിവസം മുതൽ 14 ദിവസം വരെ. ടേം മണി ഇൻവോൾവ്സ് ബോറോയിങ് ഓർ ലെൻഡിങ് ഫണ്ട്സ് ഫോർ എ പീരീഡ് എക്സീഡിങ് 14 days. 14 ഡേയ്സിൽ കൂടുതലാണെങ്കിൽ അതിനെ ടേം മണി എന്ന് പറയും. കൊളാട്രൽ സെക്യൂരിറ്റീസ് ഈസ് ജനറലി നോട്ട് റിക്വയർഡ് ഫോർ ദീസ് ഷോർട്ട് ഡ്യൂറേഷൻ ട്രാൻസാക്ഷൻസ് മെയിൻലി ബിറ്റ്വീൻ ബാങ്ക്സ്. അതായത് ഷോർട്ട് ഡ്യൂറേഷൻ ട്രാൻസാക്ഷനകത്ത് കൊളാട്രൽ മണി വരില്ല. 14 ദിവസത്തിൽ താഴെയുള്ള ഷോർട്ട് ഡ്യൂറേഷൻ ട്രാൻസാക്ഷൻസിലാണെങ്കിൽ അവ ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷനാണ്. അതിനകത്ത് നോർമലി ഒരു കൊളാട്രൽ, ഒരു സെക്യൂരിറ്റി വച്ചുകൊണ്ട് ലോൺ എടുക്കുന്നു. ഹൗസിംഗ് ലോൺ, ഹൗസ് പണയം വെച്ചിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നത്. അത്തരം ഒരു കൊളാട്രൽ ഈ പറയുന്ന മണി അറ്റ് കോളിലോ ഷോർട്ട് നോട്ടീസിലോ ഒന്നും വരില്ല. പിന്നീട് ടേം ലോൺ, ലോങ് ടേം ലോൺസിലേക്കൊക്കെ വരുമ്പോഴാണ് അത്തരം കൺസെപ്റ്റുകൾ വരുന്നത്. ദി ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ലോൺസ് ഇൻ ദിസ് മാർക്കറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി മാർക്കറ്റ് ആൻഡ് ദി ട്രാൻസാക്ഷൻസ് ഒക്യൂർ ത്രൂ auctions or negotiations facilitated by electronic trading platforms called negotiated trading system. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് നോർമലി എന്തായിരിക്കും, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആയിരിക്കും. മാർക്കറ്റിന് അനുസരിച്ച് മാർക്കറ്റ് എത്രമാത്രം ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ടാണ് ആളുകൾ ലോൺ എടുക്കാൻ തയ്യാറാവുന്നത്, അതാണ് ആ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഫിക്സേഷനിൽ ബാധകമാവുന്നത്. സോ ആ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് മാർക്കറ്റ് ഫോഴ്സസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് കോൾ മണി മാർക്കറ്റിൽ ഡിറ്റർമിൻ ചെയ്തത്. ആൻഡ് ദി ട്രാൻസാക്ഷൻ ഒക്യൂർ ത്രൂ ഓപ്ഷൻസ് or negotiations facilitated by electronic trading platforms. ഇലക്ട്രോണിക് ട്രേഡിംഗ് മെക്കാനിസംസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെയാണ് ഈ കോൾ മണി മാർക്കറ്റിൽ നടക്കുക. ദെൻ കോൾ മണി മാർക്കറ്റിൽ തന്നെ ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് ഇസ് ദെയർ. സോ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, മണി അറ്റ് കോൾ ഷോർട്ട് നോട്ടീസ് ഓർ കോൾ മണി മാർക്കറ്റിനെ പറ്റി പറഞ്ഞു. രണ്ടാമതായിട്ട് ഈ കോൾ മണി മാർക്കറ്റ് ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്ന് കൂടി പറയും. അത് ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. എന്താണ് ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ്? ദി ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് refers comprehensive to call money market for institutions, not exclusively limited to banks. അതായത് ബാങ്ക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമല്ല, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും. അപ്പോൾ ഇന്റർ ബാങ്ക് എന്ന് പറഞ്ഞാലും അവിടെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടി വരുന്നുണ്ട്. അത്തരം ട്രേഡിംഗ് ആണ്, അത്തരം ലോൺസ് ആണ് ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് വരുന്നത്. സോ ദി ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് refers comprehensively to a call money market for institutions, not exclusively limited to banks. Customers in this market can include other financial institutions, mutual funds, large corporations and insurance companies. So ഇവിടെ വരുന്ന പാർട്ടീസ് ആരൊക്കെയാണ്? മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാം, അതേപോലെ മ്യൂച്വൽ ഫണ്ട്സ് വരാം, ലാർജ് കോർപ്പറേഷൻസ്, ലാർജ് കമ്പനീസ് വരാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് വരാം. ഇവയെല്ലാം ബാങ്ക്സിനെ കൂടാതെ ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റിന്റെ ഭാഗമായിട്ട് വരും. ദെൻ ബിൽ മാർക്കറ്റ് അടുത്ത കൺസെപ്റ്റ് ആണ്. The mill market was developed to enable
banks and financial institutions to profitably invest their surplus funds by selecting suitable maturities. Types of bill മാർക്കറ്റ് ഇൻക്ലൂഡ്, അതായത് മെച്യൂരിറ്റി ഡേയ്സ് വെച്ചുകൊണ്ട് ഇപ്പോൾ ട്രഷറി ബിൽസ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ബിൽ ഡിസ്കൗണ്ടഡ് എന്നൊക്കെ പറയില്ലേ. എന്താണ് ബിൽ? ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമൗണ്ട്, ഒരു ഡെറ്റർ ഒരു ക്രെഡിറ്റർക്ക് ഒരു എമൗണ്ട് പേ ചെയ്യാനുണ്ടെങ്കിൽ അതിന് പകരമായിട്ടൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് റൈറ്റിംഗിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ അതൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഈ ബില്ല് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ ട്രേഡ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ബിൽ മാർക്കറ്റ് എന്ന് പറയും. സോ ദി ബിൽ മാർക്കറ്റ് വാസ് ഡെവലപ്ഡ് ടു എനേബിൾ ബാങ്ക്സ് and other financial institutions to profitably invest their surplus funds by selecting suitable maturities. അവർക്ക് ഇപ്പോൾ ബാങ്ക്സിനോ അല്ലെങ്കിൽ മറ്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ അവരുടെ സർപ്ലസ് ഫണ്ട്സ് വേണമെങ്കിൽ ഇത്തരത്തിൽ ബില്ലുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഡിസ്കൗണ്ടിങ് ഒക്കെ ചെയ്യുമ്പോൾ ബില്ലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിൽ മാർക്കറ്റ്. കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, സോ ഡിഫറെൻറ്റ് ടൈപ്സിലേക്ക് പോവാണ്. എന്താണ് ബില്ലെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് സെഗ്മെന്റ് ഡീൽസ് വിത്ത് കൊമേഴ്ഷ്യൽ ബിൽസ്, ഷോർട്ട് ടേം നെഗോഷ്യബിൾ ആൻഡ് സെൽഫ് ലിക്വിഡേറ്റിംഗ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. കൊമേഴ്ഷ്യൽ ബിൽസുമായി ബന്ധപ്പെട്ട മാർക്കറ്റ്. ഇവിടെ ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ആൻഡ് സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ഷോർട്ട് ടേം നേച്ചറിലാണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്, വിച്ച് മീൻസ് ട്രാൻസ്ഫറബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്, ആൻഡ് സെൽഫ് ലിക്വിഡേറ്റിംഗ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. മെച്യൂരിറ്റി ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലിക്വിഡേറ്റ് ആവുന്നു. അത്തരത്തിലുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്. കൊമേഴ്ഷ്യൽ ബിൽസ്, ഓൾസോ നോൺ ആസ് ട്രേഡ് ബിൽസ്, ഇൻവോൾവ്സ് 3 parties: the drawer, drawee and payee. When accepted by commercial banks, they are termed as commercial bills. So, what is commercial bill എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ വഴി ഞാൻ പറഞ്ഞതാണ്. അതായത് വെൻ വൺ ഇൻഡിവിജ്വൽ, ഇപ്പോൾ ഒരു ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കാം. അതായത് ഹു ഇസ് എ ക്രെഡിറ്റർ, നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്തതിന് ശേഷം നമ്മൾ പൈസ കൊടുക്കാനുള്ള ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആ പൈസ കൊടുക്കാനുള്ള ഇൻഡിവിജ്വലിനെ ക്രെഡിറ്റർ എന്നും പൈസ കൊടുക്കാനുള്ള ആളിനെ ഡെറ്റർ എന്നും പറയും. ദാറ്റ് ഈസ് എ ബേസിക് നോളജ്. അപ്പോൾ ഈ ഡെറ്റർ ക്രെഡിറ്റർക്ക് ഒരു ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് കൊടുക്കുകയാണ്. ഫ്യൂച്ചറിൽ ഇന്ന ഡേറ്റിനുള്ളിൽ ഞാനിത് പേ ചെയ്തു കൊള്ളാം. ഓക്കെ, ആ ഡേറ്റും അതിനകത്ത് പറഞ്ഞ് വിത്തൗട്ട് എനി കണ്ടീഷൻസ് ആയിരിക്കണം. ആൻഡ് അത്തരത്തിലൊരു ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അദ്ദേഹം സൈൻ ചെയ്ത് ക്രെഡിറ്റർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിനെയാണ് ബിൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഓക്കെ, സോ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പാർട്ടീസ് ഉണ്ടാവും: ദി ഡ്രോവർ, ഡ്രോയി ആൻഡ് പേയി. ഡ്രോയർ എന്ന് പറഞ്ഞാൽ ഇസ് ദി ക്രെഡിറ്റർ. അദ്ദേഹമാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും? ഡ്രോയിയെ കൊണ്ട്, ഡെറ്ററിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നു. ആൻഡ് അതിനുശേഷം ഇറ്റ് ക്യാൻ ബി ഈ ഡ്രോയർ തന്നെ ആയിരിക്കാം പേയി. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദാറ്റ് അൾട്ടിമേറ്റ്ലി ആരാണോ ഈ എമൗണ്ട്, ആരുടെ കയ്യിലാണോ ഇൻസ്ട്രുമെന്റ് ഉള്ളത് അദ്ദേഹത്തിനായിരിക്കും പേയ്മെന്റ് കൊടുക്കുന്നത്. അദ്ദേഹത്തെയാണ് നമ്മൾ പേയി എന്ന് പറയുന്നത്. സോ വെൻ അക്സെപ്റ്റഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇത് ഡിസ്കൗണ്ട് ചെയ്തിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് അക്സെപ്റ്റ് ചെയ്താൽ, എന്താണ് ഡിസ്കൗണ്ടിങ്? മെച്യൂരിറ്റിക്ക് മുമ്പ് വേണമെങ്കിൽ ഈ വ്യക്തിക്ക്, ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കയ്യിലുള്ള വ്യക്തിക്ക് ഇത് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യാം. 1000 rupees ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് എൻ്റെ കയ്യിലുള്ളത്, എനിക്ക് പൈസ തരാനുള്ളതാണ്. ആ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എൻ്റെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് എനിക്ക് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ മെച്യൂരിറ്റി ആവുന്നതിന് മുമ്പ്, സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 മാസത്തിന് ശേഷമായിരുന്നു മെച്യൂരിറ്റി. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് വന്നു. ഉടനെ തന്നെ ഈ 1000 rupees ബില്ല് ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് ഇതിനെ ഡിസ്കൗണ്ട് ചെയ്യും. അതായത് ഈ 1000 rupees നിന്നും ബാങ്കിൻ്റെ ഒരു കമ്മീഷനായിട്ടുള്ള, സേ ഫോർ എക്സാമ്പിൾ ഒരു 50 രൂപ കമ്മീഷനായിട്ട് എടുത്തിട്ട് ബാക്കി 950 rupees ബാങ്ക് അപ്പം തന്നെ എൻ്റെ കയ്യിൽ തരും. ഓക്കെ, ഇതിനെയാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ബിൽസിനെ പിന്നെ കൊമേഴ്ഷ്യൽ ബിൽസ് എന്നാണ് പറയുന്നത്. ഡിസ്കൗണ്ട് ചെയ്ത കൊമേഴ്ഷ്യൽ ബിൽസ്. So the duration of commercial bills typically ranges from 1 to 14 days. ഷോർട്ട് ടൈം ഡ്യൂറേഷനിലുള്ള ബില്ലുകളാണ് കൊമേഴ്ഷ്യൽ ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് വേറെ കാറ്റഗറി ആയിട്ട് പറയുന്നത് മാത്രം. അതിനെയാണ് കൊമേഴ്ഷ്യൽ ബിൽസ് ആണെങ്കിൽ അതിന് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 to 14 days ആയിരിക്കും. Then treasury bill, the short term borrowing instrument of the government issued through tenders to money market and government departments. So these are government issue ചെയ്യുന്ന ബോൺസ് ആണ് ട്രഷറി ബിൽസ്. ഷോർട്ട് ടൈം ആണ് ഡ്യൂറേഷൻ എന്നറിയാം. And I already told you normal duration എന്ന് പറയുന്നത് 91 days, 182 days and 364 ഡേയ്സിലാണ് ട്രഷറി ബിൽസ് വരുന്നത്. 10 days are invited weekly from banks, discount houses and brokers. സോ ഗവൺമെൻറ് 10 days ഇൻവൈറ്റ് ചെയ്യും. 10 days ഇൻവൈറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും ഈ ടി ബിൽസ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കൗണ്ടിലായിരിക്കും ഗവൺമെൻറ് അത് ഇഷ്യൂ ചെയ്യുക. ആൻഡ് മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ അതിൻ്റെ ഫുൾ എമൗണ്ട്, ഫേസ് വാല്യൂ എത്രയാണോ ഫേസ് വാല്യൂ തിരിച്ചു കൊടുക്കും. T-bills provide government with flexible and cost-effective means of borrowing money, while customers see them as a secure investment option in the money market.
മണി മാർക്കറ്റിൽ ട്രഷറി ബിൽസ് വരുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഷറി ബിൽസിന് റിസ്ക് വളരെ കുറവാണ്. ബിക്കോസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആരാണ്? ഗവൺമെൻറ് ആണ്. ആൻഡ് ഗവൺമെൻറ് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു എമൗണ്ട് ഉണ്ടാവും, അതായിരിക്കും നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. സോ നഷ്ടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ല. ഓക്കെ, സോ ഗ്യാരൻറ്റീഡ് റിട്ടേൺ ആണ്. അതാണ് മണി മാർക്കറ്റിൻ്റെ ട്രഷറി ബിൽസിൻ്റെ സ്പെഷ്യാലിറ്റി. ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആസ് ദി ഗവൺമെൻറ്റ്സ് ബാങ്കർ ഇഷ്യൂ ട്രഷറി ബിൽസ് അറ്റ് എ ഡിസ്കൗണ്ട്. ഗവൺമെൻറ്റിന് വേണ്ടി ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. ആൻഡ് ആസ് ഐ ഓൾറെഡി ടോൾഡ് യു, ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും. There are 4 types of treasury bills by the Reserve Bank every week. 4 തരത്തിലുള്ള ട്രഷറി ബിൽസ് ഗവൺമെൻറ് റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. കംപ്രൈസിംഗ് ഓഫ് 91 days, 182 days and reintroduced 364 days T-bills on behalf of the central government. പ്രധാനമായിട്ടും 3 തരത്തിലുള്ളതാണ്. ആൻഡ് റീഇൻട്രൊഡ്യൂസ്ഡ് ബിൽ എന്ന് പറഞ്ഞാൽ കാറ്റഗറി കൂടി ഉള്ളതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് 4 തരത്തിലുള്ളതെന്ന് പറയാനുള്ള കാരണം. 3 ടൈപ്പാണ് പ്രധാനമായിട്ടും വരിക: 91 days, 182 days ആൻഡ് 364 days. ദെൻ കൊമേഴ്ഷ്യൽ പേപ്പർ. സോ നമ്മൾ ഇതുവരെ പറഞ്ഞ 3 ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലിയർ ആണോ? ഏതൊക്കെ കണ്ടു നമ്മൾ? ആദ്യം നമ്മൾ കോൾ മണിയെ പറ്റി പറഞ്ഞു. കോൾ മണി മാർക്കറ്റ് എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി. 2 ബിൽ മാർക്കറ്റിനെ പറ്റി പറഞ്ഞു. ബിൽ മാർക്കറ്റിനകത്ത് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് മീൻസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റായിട്ട് മാറും. ദെൻ അടുത്ത ട്രഷറി ബിൽ മാർക്കറ്റ്, ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോൺസ് ആണ് ട്രഷറി ബിൽസ്. അടുത്തത് കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പർ ഈസ് ഇഷ്യൂഡ് ആസ് എ പ്രോമിസറി നോട്ട്. നമ്മൾ പറഞ്ഞു കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ ആരാ ഇഷ്യൂ ചെയ്യുന്നത്? കമ്പനീസ് ആണ്, കോർപ്പറേഷൻസ് ആണ്. അവരൊരു ഫ്യൂച്ചർ ഡേറ്റിൽ ഈ എമൗണ്ട് പേ ചെയ്ത് കൊള്ളാം എന്ന് എഗ്രി ചെയ്യുന്ന ഒരു പ്രോമിസറി നോട്ടായിട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. സോ കൊമേഴ്ഷ്യൽ പേപ്പർ ഈസ് ഇഷ്യൂഡ് ആസ് എ പ്രോമിസറി നോട്ട് സോൾഡ് ഡയറക്ട്ലി ബൈ ദി ഇഷ്യൂവർ to the investor or placed by borrower through agents like merchant bank and security house. So ഇത് ഡയറക്റ്റ്ലി ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നതാകാം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഡയറക്റ്റ്ലി ഇൻവെസ്റ്റേഴ്സിന് ഓഫർ ചെയ്യുന്ന പ്രോമിസറി നോട്ടാകാം, അല്ലെങ്കിൽ ബോറോവേഴ്സിലെ ഏജൻസ് വഴി എത്തിക്കുന്നതാകാം. മെർച്ചന്റ് ബാങ്കിങ് ഏജൻസീസ് ആർ ദർ, ബാങ്ക്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ബാങ്കുകൾ വഴിയോ സെക്യൂരിറ്റി ഹൗസസ് വഴിയോ ഇത് ഇഷ്യൂ ചെയ്യാം. ഇൻഡയറക്ട്ലി ബാങ്ക് ഇൻ്റർമീഡിയറ്റ്സിനെ ഉപയോഗിച്ചുകൊണ്ടും കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. Commercial papers can be issued in denominations of 5 lakhs or multiples thereof. Introduced in India in 1990 to facilitate corporate borrowers in raising short-term funds. So, 5 ലക്ഷത്തിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ്, മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 5 lakhs ആണ്. അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. സോ 5 ലക്ഷത്തിൻ്റെ ലോൺ എടുക്കുന്നതിന് തുല്യം എന്ന് പറയാം. ഇതൊരു പ്രോമിസറി നോട്ട് പോലെയാണ്. ഇത്ര നാൾ കഴിയുമ്പോൾ ഇത്ര രൂപ ഞങ്ങൾ തിരിച്ചു തന്നുകൊള്ളാം എന്ന് എഗ്രി ചെയ്യുന്ന ഒരു പ്രോമിസറി നോട്ടായിട്ടായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 1919 ആണ് ഇന്ത്യയിൽ വരുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കോർപ്പറേറ്റ് ബോറോവേഴ്സ് ഇൻ റേസിംഗ് ഷോർട്ട് ടൈം ഫണ്ട്സ്. ഇറ്റ് ഹാസ് എ മെച്യൂരിറ്റി റേഞ്ചിങ് ഫ്രം എ മിനിമം ഓഫ് 7 days ടു എ മാക്സിമം ഓഫ് 1 year ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഇറ്റ് ഈസ് നെഗോഷിയബിൾ. സോ മെച്യൂരിറ്റി പീരീഡ് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മിനിമം 7 days ആണ്, മാക്സിമം 1 year വരെ ആകാം. ദെൻ ഇറ്റ് ഈസ് എ നെഗോഷിയബിൾ ഇൻസ്ട്രുമെൻറ്റ്, ട്രാൻസ്ഫറബിൾ ആണ്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒപ്പിട്ട് നമുക്കത് മറ്റൊരാൾക്ക് റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. ഈ ഇൻസ്ട്രുമെൻറ്റ് ഫൈനലി ട്രാൻസ്ഫർ ചെയ്ത് ആരാണോ ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു വ്യക്തിയായിരിക്കും അൾട്ടിമേറ്റ്ലി പൈസ മേടിക്കുന്നത്. അത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫറബിൾ ബൈ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ കോർപ്പറേഷൻസ് വിത്ത് എ ടാഞ്ചിബിൾ നെറ്റ് വർത്ത് ഓഫ് നോട്ട് ലെസ് ദാൻ 4 crore. 4 കോടി രൂപയൊക്കെ നെറ്റ്വർത്ത് ഉള്ള കമ്പനീസിന് മാത്രമാണ് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുക. അതിൽ കുറവുള്ള കമ്പനീസിന് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. ഈ നെറ്റ്വർത്ത് ഫിക്സ്ഡ് ആയിരിക്കണം, 4 കോടിയെങ്കിലും ഉണ്ടായിരിക്കണം. ആൻഡ് കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ മിനിമം തുക എന്ന് പറയുന്നത് 4 lakhs ആണ്. 4 lakhsൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും 4 lakh, 10 lakh, 15 lakh അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ദെൻ മാക്സിമം ടൈം പീരീഡ് 1 year ബിക്കോസ് ഇറ്റ് ഈസ് എ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. മണി മാർക്കറ്റിലെല്ലാം തന്നെ 1 year താഴെയാണ്. ദെൻ മിനിമം പീരീഡ് എന്ന് പറയുന്നത് 7 days ആണ്. അടുത്തത് പ്രോമിസറി നോട്ട്. സോ പ്രോമിസറി നോട്ടിനെ പറ്റി നമ്മൾ അവിടെ കണ്ടിരുന്നു. എന്താണ് പ്രോമിസറി നോട്ട്? സി, എ പ്രോമിസറി നോട്ട് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ ദി ലെൻഡർ ആൻഡ് ദി ബോറോവർ ഔട്ട്ലൈനിങ് കണ്ടീഷൻസ് ഫോർ ദി റീപേയ്മെന്റ് ഓഫ് ദി ബോറോഡ് മണി. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലീഗൽ ഡോക്യുമെന്റ്. ലെൻഡറും ബോറോവറും തമ്മിൽ ലെൻഡർ തന്നിരിക്കുന്ന പൈസ എങ്ങനെയാണ് തിരിച്ചു തരേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രോമിസ്, അതിനെയാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. So a promissory note is a legal document between the lender and the borrower outlining conditions for the repayment of borrowed money. എപ്പോൾ തിരിച്ചടയ്ക്കണം, എങ്ങനെയായിരിക്കണം തിരിച്ചടയ്ക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് എല്ലാം ഔട്ട്ലൈൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ്. കൊമേഴ്ഷ്യൽ പേപ്പർ ഈസ് എ സ്പെസിഫിക് ഫോം ഓഫ് പ്രോമിസറി നോട്ട് ക്യാൻ ബി ബ്രോട്ട് ആൻഡ് സോൾഡ്. ഈ പ്രോമിസറി നോട്ടിൻ്റെ ഒരു ടൈപ്പാണ് നമ്മൾ കണ്ട കൊമേഴ്ഷ്യൽ പേപ്പർ.
ആ കൊമേഴ്ഷ്യൽ പേപ്പർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ക്യാൻ ബി ബ്രോട്ട് ആൻഡ് സോൾഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, ദെൻ ഇറ്റ് സെർവ്സ് ആസ് എ റിട്ടൺ പ്രോമിസ് ടു പേ വിതിൻ എ സ്പെസിഫിക് പീരീഡ്, എസ്റ്റാബ്ലിഷിംഗ് എ ക്ലിയർ റെക്കോർഡ് ഓഫ് എ ലോൺ ആൻഡ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സർവീസസ്. അതായത് കൊമേഴ്ഷ്യൽ പേപ്പറിൽ കൃത്യമായിട്ട് ഒരു പ്രോമിസ് ഉണ്ടാകും. പ്രോമിസ് ടു പേ ആണ്. ഇറ്റ് ഇസ് എ പ്രോമിസ് ടു പേ. ഞാനത് പേ ചെയ്തു കൊള്ളാം. റിട്ടേൺ പ്രോമിസ് ടു പേ വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ്. ഒരു സ്പെസിഫിക് പീരീഡിനുള്ളിൽ പേ ചെയ്യാം. എസ്റ്റാബ്ലിഷിംഗ് എ ക്ലിയർ റെക്കോർഡ് ഓഫ് ലോൺ. ആ ലോണിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഒരു ഡോക്യുമെൻ്റ് ചെയ്യുകയാണ്, ഒരു ലീഗൽ ഫോമിലേക്ക് മാറ്റുവാണ്. ഇത്ര തുക ഇത്ര നാൾ ഇത്ര ടൈമിനുള്ളിൽ ഞാനത് പേ ചെയ്യും, ഇന്ന ഡേറ്റിൽ പേ ചെയ്യും എന്നുള്ള പ്രോമിസാണ്. ഓക്കെ, സോ പ്രോമിസറി നോട്ട്സ് ആർ യൂഷ്വലി ഇഷ്യൂഡ് ബൈ ലാർജ് കോർപ്പറേഷൻസ് ആൻഡ് ഇൻ സം കൺട്രീസ് എ കോമൺ ഫോം ഓഫ് സ്മോൾ ബിസിനസ് ഫിനാൻസ്. അതായത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ മിനിമം 4 crore 4 കോടി രൂപയെങ്കിലും ടാഞ്ചിബിൾ ആയിട്ടുള്ള ടേൺ ഓവറുള്ള കമ്പനീസിന് മാത്രമാണ് പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുക. മറ്റു ചില രാജ്യങ്ങളിൽ മിനിമം ലെവൽ പറയുന്നില്ല. ഇന്ത്യയിലെ കേസ് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഉള്ള എൻറ്റിറ്റീസിന് അവർക്ക് ഫിനാൻസ് കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗമാണ് യഥാർത്ഥത്തിൽ പ്രോമിസറി നോട്ട്. അടുത്ത സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണ്. പ്രോമിസറി നോട്ട് കഴിഞ്ഞാൽ അടുത്ത സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്? ലെറ്റ്സ് സീ. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആർ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് issued by commercial banks and special financial institutions. So it is again a short time financial instrument. അതായത് സെക്യൂരിറ്റി പോലെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് നമ്മൾ ബാങ്കിന് ഒരു തുക ഇട്ടിട്ടുണ്ട്, 1 വർഷത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് 1 വർഷത്തേക്ക് ഇട്ടിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ദേ ക്യാൻ, അതായത് ദേ ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആൻഡ് ഇഷ്യൂഡ് ഇൻ ഡിമാൻഡ് ഫോം ഓർ ആസ് എ യൂഷൻസ് ഓഫ് പ്രോമിസറി നോട്ട് representing funds deposited in a bank for a specific period. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോമിസ് കൊടുക്കുമ്പോൾ, പ്രോമിസറി നോട്ട് കൊടുക്കുമ്പോൾ ഇത്ര നാളുകൾക്കുള്ളിൽ പേ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിന് ഒരു തെളിവ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫണ്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് കാണിക്കാം. ബിക്കോസ് എൻ്റെ അക്കൗണ്ടിൽ ഇത്രയും തുക അടക്കുന്നുണ്ട്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണിത്, ഇത് നിങ്ങൾക്ക് ആ ടൈം വരെ കീപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഗോട്ട് എ പ്രൂഫ്. ഇതും എഗെയിൻ ട്രാൻസ്ഫറബിൾ ആണ്. ഇതിൻ്റെ റൈറ്റ് അൾട്ടിമേറ്റ്ലി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് വഴിയുള്ള റൈറ്റ് അൾട്ടിമേറ്റ്ലി മറ്റൊരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ പ്രൊക്യൂർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് പോലെയാണ്. ട്രാൻസ്ഫർ ചെയ്യാം. മറ്റൊരാളിത് നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. ആ ഒരു ടൈം ആകുമ്പോൾ ആ തുക അദ്ദേഹത്തിന് സെക്കൻഡ് പാർട്ടിക്ക് മേടിക്കാം. അത്തരത്തിൽ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും. ഓക്കെ, സോ യു ക്യാൻ സീ ഇറ്റ് ഹിയർ. ഇറ്റ് ഈസ് എ they are freely transferable and issued in demat form. Dematerialization അറിയാലോ, മീൻസ് ഇലക്ട്രോണിക് ഫോമിലാണ്. ഓർ ആസ് എ issuance ഓഫ് പ്രോമിസറി നോട്ട്, പ്രോമിസറി നോട്ടിൻ്റെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റിംഗ് ഫണ്ട്സ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ഫോർ എ സ്പെസിഫിക് പീരീഡ്. CDs were first issued in the ന്യൂയോർക്ക് in 1960s. 1960 ന്യൂയോർക്കിലാണ് ആദ്യമായിട്ട് CDs ഇഷ്യൂ ചെയ്തത്. ഡിനോമിനേറ്റഡ് ഇൻ ഡോളേഴ്സ് വിത്ത് സ്റ്റെർലിംഗ് CDs ഫോളോഡ് ഇൻ 1968. പൗണ്ട് സ്റ്റെർലിംഗിൽ രണ്ടാമത്, അതായത് ഡോളേഴ്സിലാണ് ആദ്യം കൊമേഴ്ഷ്യൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് വന്നത്. പിന്നീട് പൗണ്ട് സ്റ്റെർലിംഗിൽ വന്നു 1968. ദി മെച്യൂരിറ്റി പീരീഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് റേഞ്ചസ് ഫ്രം 3 months to 1 year. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ബാക്കിയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് മിനിമം 3 months, മാക്സിമം 1 year. ഇഷ്യൂഡ് ഇൻ ഡീമെറ്റലൈസ്ഡ് ഫോം or issuance of promissory note and issued for 1 lakh or its multiples. മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh അതിൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കാം. അവിടെ ഒരു ചെറിയ റെക്ടിഫൈ ചെയ്യാനുണ്ട്. ഇത് 5 lakh ആണ് ഇന്ത്യയിൽ കേട്ടോ. ഇന്ത്യയിൽ വരുമ്പോൾ 5 lakh അതിൻ്റെ മൾട്ടിപ്പിളോ ആയിട്ടാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ സം ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മണി മാർക്കറ്റ്? മണി മാർക്കറ്റിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ടു ഫെസിലിറ്റേറ്റ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, ടു ഡീൽ വിത്ത് ഫോറിൻ എക്സ്ചേഞ്ച്, ടു equilibrate the demand and supply of short-term funds, to exclusively manage government securities. സോ എന്താണ് പ്രൈമറി ഫംഗ്ഷൻ? ഷോർട്ട് ടൈം ഫണ്ട്സിൻ്റെ ഡിമാൻഡ് സപ്ലൈ തമ്മിൽ മാച്ച് ചെയ്യിപ്പിക്കുക, ഇക്വിലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മണി മാർക്കറ്റിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ. സോ ദി റൈറ്റ് ആൻസർ ഈസ് ടു ഇക്വിലിബ്രേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഷോർട്ട് ടൈം ഫണ്ട്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓവർസീസ് റെഗുലേഷൻസ് ഓഫ് ദി ഇന്ത്യൻ മണി മാർക്കറ്റ്? ഇന്ത്യൻ മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ദാറ്റ് ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. മൂന്നാമതായി, വാട്ട് ഈസ് ദി മെച്യൂരിറ്റി പീരീഡ് ഓഫ് നോട്ടീസ് മണി? നോട്ടീസ് മണിയുടെ മെച്യൂരിറ്റി പീരീഡ് എത്രയാണ്? നോട്ടീസ് മണിയാണ്, മണി അറ്റ് കോൾ അല്ല. മണി അറ്റ് കോൾ ആണെങ്കിൽ 1 day, നോട്ടീസ് മണി ആണെങ്കിൽ 2 to 14 days. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി,
2 to 14 days. അടുത്തത് ടേം മണി റെഫേഴ്സ് ടു ട്രാൻസാക്ഷൻസ് വിത്ത് എ മിനിമം പീരീഡ് ഓഫ്. ടേം മണി ആണെങ്കിൽ 14 ഡേയ്സിൽ കൂടുതലായിരിക്കണം, റൈറ്റ്? സോ ടേം മണി ആണെങ്കിൽ 14 ഡേയ്സിൽ കൂടുതലുള്ള ട്രാൻസാക്ഷനെയാണ് ടേം മണി എന്ന് പറയുന്നത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് മാർക്കറ്റ് ഇൻവോൾവ്സ് വെരി ഷോർട്ട് ടൈം ഫണ്ട്സ് ജനറലി ഫോർ 1 day. 1 day ഉള്ള ഫണ്ട് ആണെങ്കിൽ അത് ഏത് മാർക്കറ്റിലാണ് വരുന്നത്? ആൻസർ ഈസ് കോൾ മണി മാർക്കറ്റ്. ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂസ് which of the following as a short term borrowing instrument? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഷോർട്ട് ടൈം ബോറോയിങ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്? ട്രഷറി ബിൽസ്. ഗവൺമെൻറ്റിന് വേണ്ടി RBI ആണ് ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് ഓർക്കണം, അതിനുവേണ്ടിയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഗവൺമെൻറ്റിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇൻ ഇന്ത്യ ഹാവ് എ മാക്സിമം മെച്യൂരിറ്റി ഓഫ്. കൊമേഴ്ഷ്യൽ പേപ്പർ മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് 1 year ആണ്. ഹൂ ക്യാൻ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്? സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യാവുന്ന ആർക്കാണ്? സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യാവുന്നത് എനി കോർപ്പറേറ്റ് എൻറ്റിറ്റി, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വിത്ത് ആൻഡ് സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓൺലി അഗ്രികൾച്ചർ സൊസൈറ്റീസ്, ഗവൺമെൻറ് ബോഡീസ്. സോ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്കോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ആണ് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മിനിമം ഡിനോമിനേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പർ? കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ മിനിമം ഡിനോമിനേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 5 lakhs. കേട്ടോ, 5 lakh ആണ് കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ മിനിമം ഡിനോമിനേഷൻ. അടുത്തത്, ദി അൺഓർഗനൈസ്ഡ് സെഗ്മെന്റ് ഓഫ് മണി മാർക്കറ്റ് ഇൻക്ലൂഡ്സ്. മണി മാർക്കറ്റിന്റെ അൺഓർഗനൈസ്ഡ് സെഗ്മെന്റ് എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, ദെൻ നോൺ ലോക്കൽ മണി ലെൻഡേഴ്സ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആയാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയാലും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആയാലും ഇവയെല്ലാം ഓർഗനൈസ്ഡ് സെക്ടറിന്റെ ഭാഗമാണ്. അതേസമയം ലോക്കൽ ലെൻഡേഴ്സ് എന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. അവരെയാണ് നമ്മൾ മണി മാർക്കറ്റിൻ്റെ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. ലോക്കൽ മണി ലെൻഡേഴ്സ് ഒക്കെ ഇല്ലേ, അവർ ആക്ച്വലി ഈ ഒരു ഫ്രെയിംവർക്കിന് പുറത്താണ്. ഓക്കെ, അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് ബിൽ ഈസ് ടിപ്പിക്കലി ഇൻവോൾവ് ഇൻ കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്? കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റിൽ ഏത് ടൈപ്പ് ഓഫ് ബില്ലാണ് വരുന്നത്? കൊമേഴ്ഷ്യൽ ബിൽ, റൈറ്റ്? അടുത്ത ക്വസ്റ്റ്യൻ, എ പ്രോമിസറി നോട്ട് ഈസ് എസെൻഷ്യലി. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഗൽ ടെൻഡർ, വെർബൽ എഗ്രിമെന്റ്, റിട്ടൺ പ്രോമിസ് ടു പേ ഡെറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇറ്റ്സ് എ റിട്ടൺ പ്രോമിസ് ടു പേ ഡെറ്റ്. ഡെറ്റ് പേ ചെയ്തു കൊള്ളാം എന്നുള്ളൊരു റിട്ടൺ പ്രോമിസ് ആണ് പ്രോമിസറി നോട്ട് തരുന്നത്. ഹൗ ആർ ട്രഷറി ബിൽസ് ഇഷ്യൂഡ്? ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? അറ്റ് പാർ, അറ്റ് പ്രീമിയം, അറ്റ് ഡിസ്കൗണ്ട്, അറ്റ് ഫേസ് വാല്യൂ. ട്രഷറി ബില്ലാണ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നു, ഫേസ് വാല്യൂവിൽ റിഡീം ചെയ്യുന്നു. ഓക്കെ, ഇഷ്യൂ ടൈമിൽ ഡിസ്കൗണ്ട് ആണ്. ഇപ്പോൾ 100 rupees ഫേസ് വാല്യൂ ഉള്ളതാണെങ്കിൽ 90 രൂപയ്ക്കായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. എന്നിട്ട് മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ, ഇപ്പോൾ 1 year ആണ് മെച്യൂരിറ്റി, ഈ 1 year ആകുമ്പോൾ 100 rupees തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ 10 രൂപ ഡിസ്കൗണ്ട് കിട്ടിയതാണ് നമ്മളുടെ ബെനിഫിറ്റ്. വിച്ച് മാർക്കറ്റ് ഈസ് നോൺ ഫോർ ഡീലിംഗ് ഇൻ ഷോർട്ട് ടേം നെഗോഷ്യബിൾ ആൻഡ് സെൽഫ് ലിക്വിഡേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്? കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്. കേട്ടോ, സോ ഷോർട്ട് ടൈം ആയിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കൈകാര്യം ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് ഇന്റർ ബാങ്ക് ഓൾ മണി മാർക്കറ്റ്? ഇന്റർ ബാങ്ക് ഓൾ മണി മാർക്കറ്റ് എന്തിനു വേണ്ടിയാണ്? ടു ഫെസിലിറ്റേറ്റ് ലോങ് ടേം ലോൺസ്, ടു ഡീൽ ഫോറിൻ കറൻസീസ്, ടു മാനേജ് ഡേ ടു ഡേ സർപ്ലസ് ഫണ്ട്സ് ഓഫ് ബാങ്ക്സ്, ടു ഇഷ്യൂ ഗവൺമെന്റ് ബോണ്ട്സ്. ഡെഫിനറ്റ്ലി ഇതൊരു ബാങ്കിന്റെ എക്സസ് ആണ്. ബാങ്ക്സും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിനകത്ത് പാർട്ടീസ് വരുന്നുണ്ടെങ്കിലും ഡേ ടു ഡേ സർപ്ലസ് ഓഫ് മണി ലെൻഡ് ചെയ്യാനുള്ളൊരു രീതി, ഒരു വേ ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ്. സോ ടു മാനേജ് ഡേ ടു ഡേ സർപ്ലസ് ഓഫ് ഫണ്ട്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി റോൾ ഓഫ് RBI ഇൻ മണി മാർക്കറ്റ്? റിസർവ് ബാങ്കിന്റെ റോൾ എന്താണ്? ഇറ്റ് ഓൺലി പ്രൊവൈഡ്സ് ലോൺ ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇറ്റ് റെഗുലേറ്റ്സ് ആൻഡ് ഡെവലപ്പ് മണി മാർക്കറ്റ്, ഇറ്റ് ആക്ട്സ് ആസ് എ ബോറോവർ ടു പ്രിൻസ് കറൻസി. സോ ഈ റോൾ എന്ന് പറയുമ്പോൾ എന്താണ്? മണി മാർക്കറ്റിൽ റെഗുലേറ്ററി റോളാണ്. റിസർവ് ബാങ്ക് ആണ് മണി മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെന്റ് ഇൻ മണി മാർക്കറ്റ് ഹാസ് ദി മെച്യൂരിറ്റി പീരീഡ് ഓഫ് 91 days എമംഗ് അതേഴ്സ്? ഏത് ഇൻസ്ട്രുമെന്റിനാണ് 91 days മെച്യൂരിറ്റി പീരീഡ് വരുന്നത്? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. 91 days, 182 days, 364 days ഒക്കെ ട്രഷറി ബില്ലിന്റെ മെച്യൂരിറ്റി പീരീഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി കോൾ ഇൻ കോൾ മണി മാർക്കറ്റ് റെഫേഴ്സ് ടു ദി എബിലിറ്റി ടു കോൾ ദി ഗവൺമെന്റ് ഫോർ ഫണ്ട്സ്, ദി ഫണ്ട് ബീയിങ് അവൈലബിൾ ഓൺ ഡിമാൻഡ്, കോളിംഗ് ദി മാർക്കറ്റ് ടു ഓപ്പൺ ആൻഡ് ക്ലോസ്, ദി റെഗുലേറ്ററി കോൾ ആക്ഷൻ. എനിവേ ആൻസർ ഈസ് ദി ഫണ്ട് ബീയിങ് അവൈലബിൾ ഓൺ ഡിമാൻഡ്. ഡിമാൻഡിൽ അവൈലബിൾ ആണ്. അതാണ് ആ ഷോർട്ട് ടൈം എന്ന് പറയുന്നത്. എപ്പോൾ വിളിച്ചാലും കിട്ടുന്ന ഫണ്ട്. ആ ഒരു രീതിയിലാണ് കോൾ മണി മാർക്കറ്റ് നമ്മൾ പറയുന്നത്. ദി ഫണ്ട് ഈസ് ബീയിങ് അവൈലബിൾ ഓൺ ഡിമാൻഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, വിച്ച് മാർക്കറ്റ് ഇൻവോൾവ്സ് വെരി ഷോർട്ട് ടൈം ഫണ്ട്സ് ജനറലി ഫോർ 1 day. 1 day ഡ്യൂറേഷനിലുള്ള ഫണ്ട്, 1 dayക്ക് നമ്മൾ ലെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്ന മാർക്കറ്റ് ഏതാണ്?
call money market, bill market, bond market, stock market. Right answer is call money market. Okay. അടുത്ത question. The Reserve Bank of India issues which of the following as short-term borrowing instruments? ഏതാണ് റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടൈം ബോറോയിങ് ഇൻസ്ട്രുമെൻറ്റ്? കൊമേഴ്ഷ്യൽ പേപ്പർ, കോർപ്പറേറ്റ് ബോണ്ട്സ്, ട്രഷറി ബിൽസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ട്രഷറി ബിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ട്രഷറി ബിൽസ്. അടുത്ത ക്വസ്റ്റ്യൻ. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇൻ ഇന്ത്യ ക്യാൻ ഹാവ് എ മാക്സിമം മെച്യൂരിറ്റി പീരീഡ് ഓഫ്. കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ മാക്സിമം മെച്യൂരിറ്റി പീരീഡ് എത്രയാണ്? 7 days, 30 days, 6 months, 1 year. സോ കൊമേഴ്ഷ്യൽ പേപ്പറാണ് മാക്സിമം 1 year. അടുത്ത ക്വസ്റ്റ്യൻ. ഹു ക്യാൻ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്? സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യാവുന്നത് ആർക്കാണെന്നാണ്. സോ എനി കോർപ്പറേറ്റ് എൻറ്റിറ്റി, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. കൊമേഴ്ഷ്യൽ ബാങ്ക്സോ മറ്റേതെങ്കിലും സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി മിനിമം ഡിനോമിനേഷൻ ഇൻ വിച്ച് കൊമേഴ്ഷ്യൽ പേപ്പർ ക്യാൻ ബി ഇഷ്യൂഡ്? കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ മിനിമം ഡിനോമിനേഷൻ എത്രയാണ്? 5 lakhs. ദാറ്റ്സ് റൈറ്റ് ആൻസർ. 5 lakhs ആണ്. 5 lakhsന്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാത്രമേ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ. ദി അൺഓർഗനൈസ്ഡ് സെഗ്മെന്റ് ഓഫ് മണി മാർക്കറ്റ് ഇൻക്ലൂഡ്. അൺഓർഗനൈസ്ഡ് സെഗ്മെന്റ് ഓഫ് മണി മാർക്കറ്റ്, അതിന് ഏതാണ് അൺഓർഗനൈസ്ഡ് ആയിട്ട് വരുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, ലോക്കൽ മണി ലെൻഡേഴ്സ്. അൺഓർഗനൈസ്ഡ് സെഗ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത് ഏതാണ്? സോ കൊമേഴ്ഷ്യൽ ബാങ്ക് ആയാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയാലും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഇവയെല്ലാം ഓർഗനൈസ്ഡ് സെക്ടറാണ്. അൺഓർഗനൈസ്ഡ് എലമെന്റ് എന്ന് പറയുന്നത് ലോക്കൽ മണി ലെൻഡേഴ്സ് ആണ്. ഓക്കെ. സോ ഈ ലോക്കൽ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫ്രെയിം വർക്കിനകത്ത് വരുന്നില്ല. അവർ പരസ്പരം പൈസ കൊടുക്കുന്നു, പൈസ വാങ്ങുന്നു, ഇൻട്രസ്റ്റ് മേടിക്കുന്നു. അവരെയാണ് നമ്മൾ ലോക്കൽ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. അവർ ഈ ഒരു ഫ്രെയിം വർക്കിന്റെ പാർട്ടല്ല. അടുത്തത്. വിച്ച് ടൈപ്പ് ഓഫ് ബിൽ ഈസ് ടിപ്പിക്കലി ഇൻവോൾവ് ഇൻ കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്? കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് കൊമേഴ്ഷ്യൽ ബിൽസ്. അടുത്തത്. എ പ്രോമിസറി നോട്ട് ഈസ് എസെൻഷ്യലി എ. എന്താണ് പ്രോമിസറി നോട്ട്? ഈസ് ഇറ്റ് ലീഗൽ ടെൻഡർ? കറൻസിയാണ് ലീഗൽ ടെൻഡർ ആണെങ്കിൽ. ദെൻ വെർബൽ എഗ്രിമെന്റ്. വെർബൽ എഗ്രിമെന്റ് ആണോ? അല്ല. ഇറ്റ് ഇസ് എ റിട്ടേൺ പ്രോമിസ് ടു പേ ഡെറ്റ്. റിട്ടേൺ പ്രോമിസ് ആണ്, എഴുതി തയ്യാറാക്കിയ പ്രോമിസ് ആണ്. ദാറ്റ് ഐ വിൽ പേ സംതിങ്. ഓക്കെ. അതാണ് റിട്ടേൺ പ്രോമിസ് ടു പേ ഡെറ്റ്, പ്രോമിസറി നോട്ട്. ദെൻ ഹൗ ആർ ട്രഷറി ബിൽസ് ഇഷ്യൂഡ്? ട്രഷറി ബിൽസ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഈസ് ഇറ്റ് അറ്റ് പാർ? അറ്റ് പാർ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവിൽ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അറ്റ് പ്രീമിയം. പ്രീമിയം എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 rupees ആണെങ്കിൽ 110 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് പ്രീമിയം ആണ്. പ്രീമിയം ആണോ? അറ്റ് ഡിസ്കൗണ്ട് ആണോ? 100 rupeesന്റെ 90 rupeesന് ഇഷ്യൂ ചെയ്യുന്നു, അതോ അറ്റ് ഫേസ് വാല്യൂ ആണോ? സോ ട്രഷറി ബിൽസ് ആണ്. ട്രഷറി ബില്ലിന് പ്രോഫിറ്റ് ഇല്ല, പകരം എന്താണ്? ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നു. റെഡീമബിൾ അറ്റ് പാർ. 90 rupeesന് ഇഷ്യൂ ചെയ്തിട്ട് റെഡീം ചെയ്യുന്നത് 100 rupeesനായിരിക്കും. അപ്പോൾ റൈറ്റ് ആൻസർ ഈസ് അറ്റ് ഡിസ്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് മാർക്കറ്റ് ഈസ് നോൺ ഫോർ ഡീലിംഗ് ഇൻ ഷോർട്ട് ടൈം നെഗോഷിയബിൾ ആൻഡ് സെൽഫ് ലിക്വിഡേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്? ഷോർട്ട് ടൈം ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, നെഗോഷിയബിൾ ആണ്, മീൻസ് ട്രാൻസ്ഫറബിൾ ആണ്, അതേപോലെ സെൽഫ് ലിക്വിഡേറ്റഡ് ആണ്. അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ് കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റ് ഏതാണ്? ഇക്വിറ്റി മാർക്കറ്റ്, ബോണ്ട് മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ്. കൊമേഴ്ഷ്യൽ ബിൽസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ്? ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റിന്റെ പ്രൈമറി പർപ്പസ് എന്താണ്? ടു ഫെസിലിറ്റേറ്റ് ലോങ് ടൈം ലോൺസ്, ടു ഡീൽ ഇൻ ഫോറിൻ കറൻസീസ്, ടു മാനേജ് ഡേ ടു ഡേ സർപ്ലസ് ഫണ്ട്സ് ഓഫ് ബാങ്ക്സ്, ടു ഇഷ്യൂ ഗവൺമെന്റ് ബോണ്ട്സ്. സോ ഈ ആക്ച്വലി ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഡേ ടു ഡേ സർപ്ലസ് ഫണ്ട്സ് മാനേജ് ചെയ്യുക. സർപ്ലസ് ഫണ്ട്സ് ഉണ്ടെങ്കിൽ അത് വേറെ ബാങ്കിൽ ലെൻഡ് ചെയ്യുക. ആ ഒരു പർപ്പസാണ്. 1 day ലോൺസ് ഒക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. സോ ടു മാനേജ് ഡേ ടു ഡേ സർപ്ലസ് ഫണ്ട്സ് ഓഫ് ബാങ്ക്സ്. അടുത്തത്. വാട്ട് ഈസ് ദി റോൾ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ മണി മാർക്കറ്റ്? മണി മാർക്കറ്റിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റോൾ എന്താണ്? സോ മണി മാർക്കറ്റിന്റെ റെഗുലേറ്ററി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക് ആണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. സോ ഇറ്റ് റെഗുലേറ്റ്സ് ആൻഡ് ഡെവലപ്സ് ദി മണി മാർക്കറ്റ്. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഇൻസ്ട്രുമെന്റ് ഇൻ മണി മാർക്കറ്റ് ഹാസ് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 91 days എമംഗ് അതേഴ്സ്? 91 days മെച്യൂരിറ്റി പീരീഡ് വരുന്നത് ഏതാണ്? ആൻസർ ഈസ് 91 days മെച്യൂരിറ്റി പീരീഡ് വരുന്നത് ട്രഷറി ബിൽസിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദി കോൾ ഇൻ കോൾ മണി മാർക്കറ്റ് റെഫേഴ്സ് ടു. കോൾ മണി മാർക്കറ്റിൽ കോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദി എബിലിറ്റി ടു കോൾ ദി ഗവൺമെന്റ് ഫോർ ഫണ്ട്സ്. ദി ഫണ്ട്സ് ആർ ബീയിങ് അവൈലബിൾ ഓൺ ഡിമാൻഡ്. റൈറ്റ്? ഓൺ ഡിമാൻഡ് ഫണ്ട്സ് അവൈലബിൾ ആണ്. അതാണ് കോൾ മണി. ആവശ്യമുള്ളപ്പോൾ ആ ടൈമിൽ ഫണ്ട് അവൈലബിൾ ആക്കുന്നു, നെക്സ്റ്റ് ഡേ നമ്മളത് റിട്ടേൺ ചെയ്യണം. അങ്ങനെയുള്ള ഫണ്ടാണ്. സോ ദി ഫണ്ട്സ് ആർ ബീയിങ് അവൈലബിൾ ഓൺ ഡിമാൻഡ്. അതിനെയാണ് കോൾ മണി എന്ന് പറയുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് മാർക്കറ്റ് ഡസ് നോട്ട് റിക്വയർ കൊളാട്രൽ ഫോർ ട്രാൻസാക്ഷൻസ്? കൊളാട്രൽ വേണ്ട, സെക്യൂരിറ്റീസ് വേണ്ടാത്ത മാർക്കറ്റ് ഏതാണ്?
മോർഗേജ് മാർക്കറ്റ്, ടേം മണി മാർക്കറ്റ്, കോൾ മണി മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ്. ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ കൊളാട്രൽ വേണ്ടാത്തത് കോൾ മണി മാർക്കറ്റിനാണ്. ഷോർട്ട് ടൈം ആണെങ്കിലാണ് കൊളാട്രൽ വേണ്ടാത്തത് കേട്ടോ. അടുത്തത് ദി ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻസ് ഇൻ ദി കോൾ മണി മാർക്കറ്റ് ഈസ് കോൾഡ്. കോൾ മണി മാർക്കറ്റിൻ്റെ ട്രാൻസാക്ഷൻസിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? നെഗോഷിയേറ്റഡ് ട്രേഡിംഗ് സിസ്റ്റം. അതിൻ്റെ പേരാണ് നെഗോഷിയേറ്റഡ് ട്രേഡിംഗ് സിസ്റ്റം. നെഗോഷിയേഷൻസും ഓപ്ഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു നെഗോഷിയേറ്റഡ് ട്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മിനിമം മെച്യൂരിറ്റി പീരീഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂഡ് ഇൻ ഇന്ത്യ? സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ മിനിമം മെച്യൂരിറ്റി പീരീഡ് എത്രയാണ്? 1 week, 1 month, 3 months, 6 months. ആൻസർ ഈസ് 3 months. 3 months to 1 year ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ ടൈം പീരീഡ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഷോർട്ട് ടൈം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ കോർപ്പറേഷൻസ്? ഷോർട്ട് ടൈം ആണ്, അൺസെക്യൂർഡ് ആണ്, അങ്ങനെയുള്ള പ്രോമിസറി നോട്ട് ഏതാണ്? ട്രഷറി ബിൽ, കൊമേഴ്ഷ്യൽ പേപ്പർ, ബോൺസ്, ഡിബഞ്ചർ. ഇഷ്യൂ ചെയ്തിരിക്കുന്നത് കോർപ്പറേഷൻസ് ആണ്, കമ്പനീസ് ആണ്. സോ ദി ആൻസർ ഈസ് കൊമേഴ്ഷ്യൽ പേപ്പർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദി മണി മാർക്കറ്റ് ആക്ട്സ് ആസ് എ പ്ലാറ്റ്ഫോം ഫോർ. മണി മാർക്കറ്റ് ആക്ട്സ് ആസ് എ പ്ലാറ്റ്ഫോം ഫോർ എന്തിനു വേണ്ടിയാണ് മണി മാർക്കറ്റ്? ഓൺലി ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, ലോങ് ടൈം അല്ല ഷോർട്ട് ടൈം ആണ് മണി മാർക്കറ്റ്. സെൻട്രൽ ബാങ്ക് ഇന്റർവെൻഷൻ, സെൻട്രൽ ബാങ്ക് മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട് ഇന്റർവീൻ ചെയ്യുന്നത് മണി മാർക്കറ്റിലാണ്. സെൻട്രൽ ബാങ്ക് ഇന്റർവെൻഷന്റെ പ്ലാറ്റ്ഫോമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് റൈറ്റ്. തേർഡ് ഓപ്ഷൻ പറയുന്നത് ട്രേഡിംഗ് ഇൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഇത് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്, മണി മാർക്കറ്റ് അല്ല. ഇഷ്യൂയിങ് ലോങ് ടൈം ഫണ്ട്സ്, ലോങ് ടൈം എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്, മണി മാർക്കറ്റ് അല്ല. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഓൺലി. അതായത് സെൻട്രൽ ബാങ്ക് ഇന്റർവെൻഷനുള്ള പ്ലാറ്റ്ഫോമായിട്ട് ആക്ട് ചെയ്യുന്നത് മണി മാർക്കറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മണി മാർക്കറ്റ്? തന്നിരിക്കുന്നതിൽ ഏതാണ് മണി മാർക്കറ്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത്? പ്രൊവൈഡിങ് എ പ്ലാറ്റ്ഫോം ഫോർ സെൻട്രൽ ബാങ്ക് ഇന്റർവെൻഷൻ മണി മാർക്കറ്റിന്റെ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ദെൻ ഇക്വിബിലറേറ്റിംഗ് ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലോങ് ടൈം ഫണ്ട്സ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലോങ് ടൈം ഫണ്ട് ഇക്വിബിലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് അഗെയിൻ ലോങ് ടൈം ഫണ്ട്സ് ആണ്, ഷോർട്ട് ടൈം ഫണ്ട്സ് അല്ല. റൈറ്റ്. ഷോർട്ട് ടൈം ആണെങ്കിൽ മണി മാർക്കറ്റ് ആണ്, ലോങ് ടൈം ആണെങ്കിൽ അത് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. സോ ഈ പറയുന്ന സെക്കൻഡ് ഓപ്ഷൻ, ഇക്വിബിലറേറ്റിംഗ് ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലോങ് ടൈം ഫണ്ട്സ് എന്ന് പറയുന്നത് മണി മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യമല്ല, അത് ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എനേബിളിംഗ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ക്ലിയറിംഗ്, പ്രൈസ് ഡിസ്കവറി ആൻഡ് ഫുൾഫില്ലിംഗ് ഷോർട്ട് ടൈം ബോറോയിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് നീഡ്സ്. ഇത് രണ്ടും ഈ പറയുന്ന എ, ബി, സി ആൻഡ് ഡി, ഇത് മൂന്നും നമുക്ക് മണി മാർക്കറ്റിൽ തന്നെ പറയാവുന്നതാണ്. ലോങ് ടൈം നേച്ചറിലുള്ള കാര്യങ്ങളൊന്നും മണി മാർക്കറ്റിന്റെ ഭാഗമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ മണി മാർക്കറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ. മണി മാർക്കറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആരാണ്? ദി ഗവൺമെന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, മാർക്കറ്റ് ഫോഴ്സസ്, ദെൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻഡിവിജ്വലി. ദാറ്റ് വി ഓൾറെഡി സെഡ്, റൈറ്റ്? മാർക്കറ്റ് ഫോഴ്സസ് ആണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് വഴിയാണ് അവിടെ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ഇൻ മണി മാർക്കറ്റ്? ടേം മണി മാർക്കറ്റ്. ടേം മണി മാർക്കറ്റിന്റെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്താണ്? വെരി ഷോർട്ട് ടൈം, യൂഷ്വലി എ ഡേ. യൂഷ്വലി ഡേ ആണെങ്കിൽ അത് കോൾ മണി മാർക്കറ്റ് ആണ്, ടേം മണി മാർക്കറ്റ് അല്ല. ഷോർട്ട് ടു മീഡിയം ടൈം, മോർ ദാൻ 14 days, റൈറ്റ്? 14 daysന് മുകളിലാണെങ്കിലാണ് അതിന്റെ ടേം മണി എന്ന് പറയുന്നത്. സോ 14 daysന് മുകളിലാണ് അത്തരം ട്രാൻസാക്ഷൻ, ഷോർട്ട് ടു മീഡിയം ടൈം ഉള്ള 14 daysന് മുകളിലായിട്ടുള്ള ലെൻഡിങ് ട്രാൻസാക്ഷൻസ് ആണ് ടേം മണിയുടെ ഭാഗമായിട്ട് വരുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എൻറ്റിറ്റി ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ്? ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എൻറ്റിറ്റീസ് ഏതൊക്കെയാണ്? ജനറൽ പബ്ലിക്കിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓൺലി കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് മാത്രമല്ല, കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്. അത് കൂടാതെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ലാർജ് കോർപ്പറേഷൻ. ദാറ്റ്സ് റൈറ്റ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉൾപ്പെടെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് കൂടാതെ മ്യൂച്വൽ ഫണ്ട്സും മറ്റ് ലാർജ് കോർപ്പറേഷൻസും ഒക്കെ ഈ ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഫംഗ്ഷൻ ഓഫ് ബിൽ മാർക്കറ്റ് ഈസ് പ്രൈമർലി ടു. ബിൽ മാർക്കറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇഷ്യൂ ലോങ് ടൈം കോർപ്പറേറ്റ് ബോണ്ട്സ്, allow banks to invest in government securities, enable profitable short term investment by banks. Bill market ആണ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്, അത് എവിടെ ഉണ്ടോ നോക്കുക. സോ എനേബിൾ പ്രോഫിറ്റബിൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ബൈ ബാങ്ക്സ്. ഇതാണ് ബിൽ മാർക്കറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൊമേഴ്ഷ്യൽ ബിൽസ് ആർ ടിപ്പിക്കലി യൂസ്ഡ് ബൈ വിച്ച് പാർട്ടീസ്? ഏത് പാർട്ടീസാണ് കൊമേഴ്ഷ്യൽ ബിൽസ് യൂസ് ചെയ്യുന്നത്? കൺസ്യൂമേഴ്സ് ഫോർ പേഴ്സണൽ ലോൺസ്, കോർപ്പറേഷൻസ് ഫോർ ഇന്റർ കോർപ്പറേറ്റ് ബോറോയിങ്സ്, ബാങ്ക്സ് ഫോർ ലെൻഡിങ് ടു അതർ ബാങ്ക്സ്, ബിസിനസ് ഇൻ ട്രേഡ് ട്രാൻസാക്ഷൻ. ട്രേഡുമായി ബന്ധപ്പെട്ടാണ് കൊമേഴ്ഷ്യൽ ബിൽസ് വരുന്നത്. സോ ബിസിനസ്സസ് ഇൻ ട്രേഡ് ട്രാൻസാക്ഷൻ ആണ് റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദി ട്രഷറി ബിൽ? ട്രഷറി ബില്ലിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇറ്റ് ഇസ് എ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണോ? 1 year വരെ മാക്സിമം പീരീഡ് വരുന്നുള്ളൂ. സോ ലോങ് ടൈം അല്ല. ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആൻഡ് റെഡീംഡ് അറ്റ് എ ഫേസ് വാല്യൂ.
ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. അതാണ് ട്രഷറി ബിൽ. ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ഇല്ലായിരിക്കും. ഇപ്പോൾ 100 രൂപയുടെ ട്രഷറി ബില്ലാണെങ്കിൽ അത് 90 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു. റെഡീം ചെയ്യുമ്പോൾ 100 രൂപ തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീമബിൾ അറ്റ് പാർ എന്ന് പറയുന്നത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെഗുലേറ്റ്സ് ഇന്ത്യൻ മണി മാർക്കറ്റ്. Reserve Bank of India regulates Indian money market. That is true. The money market deals with the short-term funds, typically involving securities that mature in less than a year. ഒരു വർഷത്തിൽ താഴെ വരുന്ന സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടാണ് മണി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ട്രൂ. ദെൻ ദി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ റെഗുലേറ്റ്സ് ദി ഇന്ത്യൻ മണി മാർക്കറ്റ്. ഇന്ത്യൻ മണി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്, സെബി അല്ല. സെബി റെഗുലേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. സോ തേർഡ് വൺ ഈസ് റോങ്. അടുത്തത്, ട്രഷറി ബിൽസ് ആർ ഷോർട്ട് ടൈം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദാറ്റ് ഈസ് അഗൈൻ റൈറ്റ്. സോ 1, 2 and 4 ഇത് മൂന്നും ട്രൂ ആണ്, ശരിയാണ്. തെറ്റായിട്ടുള്ളത് തേർഡ് വൺ മാത്രമാണ്. സോ റൈറ്റ് ആൻസർ ഈസ് 1, 2 and 4. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? തന്നിരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മണി മാർക്കറ്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതല്ല മണി മാർക്കറ്റിന്റെ ഫംഗ്ഷൻ. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഇൻകറക്റ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ, ദി മണി മാർക്കറ്റ് പ്രൈമർലി ഫോക്കസ് ഓൺ ഇൻവോൾവ്സ് ട്രാൻസാക്ഷൻസ് എമംഗ് ബാങ്ക്സ് ഫോർ മാനേജിങ് ദെയർ ഡേ ടു ഡേ ലിക്വിഡിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് കോൾ മണി മാർക്കറ്റ് പറയുന്നത്. ദാറ്റ് ഈസ് ട്രൂ, റൈറ്റ്? Then the money market helps equilibrating the demand and supply of short-term funds. That is again true. Short-term funds in demand and supply equilibrate ചെയ്യാൻ വേണ്ടി മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then sub-market of money market include call money market, notice money market, term money market. That is again true. അതായത് ഇവിടെ ഫോൾസ് ആയി വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ഏതാണെന്നാണ്. ഇൻകറക്റ്റ് എന്ന് പറയുന്നത് ഓൺലി എ. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഇനി വീണ്ടും നമ്മൾ മൾട്ടിപ്പിൾ ഓപ്ഷൻ ടൈപ്പുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കാണുവാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആർ നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂഡ് ബൈ ഇൻ ഡിമെറ്റീരിയലൈസ്ഡ് ഫോം. ദാറ്റ് ഈസ് അഗൈൻ ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിലാണ് ഇഷ്യൂ ചെയ്യുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ദാറ്റ് ഈസ് റൈറ്റ്. അടുത്ത ഓപ്ഷൻ, ദി നോട്ടീസ് മണി മാർക്കറ്റ് ഡീൽസ് വിത്ത് ഫണ്ട്സ് ദാറ്റ് ഹാവ് എ മെച്യൂരിറ്റി പീരീഡ് ബിറ്റ്വീൻ 2 days to 14 days. ട്രൂ. കോൾ മണി ആണെങ്കിൽ 1 day, നോട്ടീസ് മണി ആണെങ്കിൽ 2 to 14 days. That is true. Then the term money refers to the funds borrowed or lent for a period exceeding 14 days. Term money 14 ഡേയ്സിൽ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ ടേം മണി എന്ന് വിളിക്കും. അതും ട്രൂ ആണ്. Then commercial bills are used in trade transactions and involves 3 parties: the drawer, the drawee and payee. 3 parties ആണ് വരുന്നത് കൊമേഴ്ഷ്യൽ ബിൽസിൽ. അതും ട്രൂ ആണ്. So the right answer is all of the above. Option D is the right answer. ഓക്കെ, സോ നമ്മൾ മണി മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എല്ലാം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. സോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഗോ ത്രൂ എവറിത്തിങ്, കൃത്യമായിട്ട് പഠിക്കുക. നമുക്കിനി കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷനിലൂടെ തന്നെ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്തെടുക്കാം. മാക്സിമം എഫേർട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. സോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.